ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ട് നിങ്ങൾക്ക് ഓരോ അഭിപ്രായം ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്താം. ജനങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ എനിക്കോ അത് സംഭവിക്കുകയില്ല എന്നുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട് പാവങ്ങളുടെ കണ്ണീര് വിറ്റുപോലും വോട്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സത്യം പറഞ്ഞ നേതാക്കന്മാർ. ഒരു ന്യൂസ് പബ്ലിസിറ്റി ആയി കഴിയുമ്പോൾ അത് 3-4 ദിവസത്തേന് റേറ്റിങ്ങിന് വേണ്ടി ഇട്ട് ഓടിക്കുന്ന കുറേ ന്യൂസ് ചാനലുകൾ, കക്കൂസ് ടിഷ്യൂ പേപ്പറിന്റെ പോലും വിലയില്ലാത്ത കുറേ മലയാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതാണ് ഒരു കൊച്ചു മരിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു പീഡിപ്പിച്ചൊരു യുവതി മരിച്ചാൽ പോലും കേരളത്തിൽ അതെല്ലാം ബിസിനസ് മൈൻഡാണ്. യൂട്യൂബർമാർക്കും അല്ലെങ്കിൽ ബ്ലോഗർമാർക്കും ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അതിനെ വീണ്ടും പിച്ച് ചീന്തുകയാണ്. നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട, എനിക്ക് സ്വന്തമായി തോന്നിയതാണ്. വേറെ ആരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി തോന്നിയ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിലെന്തെങ്കിലും വാക്ക് പിഴച്ചാലോ വാക്കിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ അതിന് പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും. നമ്മൾ കണ്ടുവരുന്നുണ്ട്, ലജ്ജിക്കുകയോ കേരളമേ. ഒരു പീഡനം നടന്നാൽ ആദ്യം കണ്ടന്റ് ഇട്ട് സ്റ്റോറി ഇടുന്ന എല്ലാവരും ലജ്ജിക്കുകയോ കേരളമേ. രണ്ട് ദിവസം ഉണ്ടാവും ആ ന്യൂസ്. ഒരു 4 വയസ്സുകാരി വണ്ടിപ്പെരിയാർ ഒരു ഡിവൈഎഫ്ഐ നേതാവ്, അവൻ ഡിവൈഎഫ്ഐ നിന്ന സമയത്താണ് ഒരു 4 വയസ്സുകാരിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നത്. ആ കേസിൽ പോലും അവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഈ നമ്മുടെ LDF സർക്കാർ ഭരിച്ച സമയത്ത് പോലും സാധിച്ചിട്ടില്ല. ഇപ്പോഴും വണ്ടിപ്പെരിയാർ ആ പ്രതി വെറുതെ നടക്കുന്നു. അതിനിട്ട് സ്റ്റോറി ഞാനിപ്പോഴും ക്യാപ്ഷൻ ഓർക്കുന്നു, ലജ്ജിക്കുക കേരളമേ. അതെ, നമ്മളെപ്പോലെ എല്ലാവരും ലജ്ജിക്കണം. കാരണം കണ്ടന്റിന് വേണ്ടി ഓടി നടക്കുന്ന ചില ആൾക്കാർ, എന്ന് വെച്ചാൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ആ കൊച്ചു മരിച്ചിട്ട ആ കൊച്ചിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വേദന ഉൾക്കൊള്ളുന്നു എന്ന രീതിയിലാണ് ഓരോ സ്റ്റോറിയും പോസ്റ്റ് ചെയ്ത് എല്ലാവരും. ഇപ്പോൾ അവരൊക്കെ എവിടെ? ഒരുപാട് പീഡനങ്ങളിലും ഞാൻ കണ്ടുവരുന്ന ഇവിടെ അല്ലെങ്കിൽ പോലും നമ്മുടെ അരുണാചൽ പ്രദേശ് പോലുള്ള പുറത്ത്, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന ഇതിന് പോലും മലയാളത്തിൽ ഓരോരുത്തരും കേരളത്തിലുള്ള ഓരോരുത്തരും ഇടുന്ന കണ്ടന്റാണ് ലജ്ജിക്കുക. എന്താണ് ലജ്ജ? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വായിക്കുമ്പോഴാണ് എനിക്ക് ലജ്ജ തോന്നുന്നത്. കാരണം ഒരു ഗുരുവിനെ കൊന്നു കഴിഞ്ഞ് ആ നേതാവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കൃത്യമായ തെളിവുകളും കാര്യങ്ങളും എല്ലാം കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ കോടതി പോലും തള്ളിക്കളഞ്ഞു. ഇപ്പോഴും വിലസി നടക്കുന്നു. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ എനിക്കോ അത് സംഭവിക്കുകയില്ല എന്നുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ജനങ്ങൾ ഒന്നാകെ പ്രവർത്തിക്കണം. കാരണം കേരളം തല താഴ്ത്തുകയോ ലജ്ജിക്കുകയോ വേണ്ടിയല്ല കമൻ്റ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇടേണ്ടത്. പ്രിയ ഗുരുനെ മരിച്ചാലും മറക്കില്ല. എന്ത്? അവരുടെ അച്ഛനും അമ്മയും മാത്രമാണ് വർഷാവർഷം പിന്നെ ഓർത്തിരിക്കുന്നത്. ഒരു ന്യൂസ് പബ്ലിസിറ്റി ആയി കഴിയുമ്പോൾ അത് 3-4 ദിവസത്തേന് റേറ്റിങ്ങിന് വേണ്ടി ഇട്ട് ഓടിക്കുന്ന കുറേ ന്യൂസ് ചാനലുകൾ, പുച്ഛം. പിന്നെ ആ ന്യൂസിനെ പറ്റി ഒരു ഫോളോ അപ്പ് പോലും ചെയ്യാതെ മാറുന്ന മലയാളികൾ, അതും പുച്ഛം. എവിടെ എത്തി? പല കേസുകളും എവിടെ എത്തിയെന്ന് പോലും തിരിച്ചറിവില്ലാതെ നമ്മളെപ്പോലെയുള്ളവർ ചിലപ്പോൾ ഇതുപോലെ 7 രൂപ മുടക്കി മേടിക്കുന്ന പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത, കക്കൂസ് ടിഷ്യൂ പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത കുറേ മലയാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനസമൂഹം ഒന്നാകെ ഏറ്റെടുക്കുന്ന പല കേസുകളും അല്ലെങ്കിൽ പല ന്യൂസുകളും, അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് എന്തുകൊണ്ടില്ല? എല്ലാ ന്യൂസ് ചാനലുകളോടും അതുപോലെ തന്നെ ചില യൂട്യൂബർമാരോടുമാണ് എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഫോളോ അപ്പ് ഇല്ലാത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ന്യൂസിനെ പറ്റി ആ റീച്ചിങ്ങിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ ആ ന്യൂസ് എടുത്ത് വിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ വിൽപ്പന നടത്തുകയാണ്. ഒരു കൊച്ചു മരിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു പീഡിപ്പിച്ചൊരു യുവതി മരിച്ചാൽ പോലും കേരളത്തിൽ അതെല്ലാം ബിസിനസ് മൈൻഡാണ്. യൂട്യൂബർമാർക്കും അല്ലെങ്കിൽ ബ്ലോഗർമാർക്കും ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അതിനെ വീണ്ടും പിച്ച് ചീന്തുകയാണ്, അതിനെയും അതിൻ്റെ കുടുംബത്തെയും ചെയ്യുന്നത്. ഒറ്റ കേസിൽ പോലും ഫോളോ അപ്പ് ഇല്ലാതെ അവരുടെ കണ്ണീർ കഥയെടുത്ത് അത് വിറ്റ് ആക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതല്ല വേണ്ടത്. സത്യം പറഞ്ഞാൽ ആദ്യം ആ ന്യൂസ് അറിയുമ്പോൾ ഓരോ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഓരോ ന്യൂസ് വരുമ്പോഴും അത് പിന്നെയും ഫോളോ അപ്പ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസ് എവിടെ? പെരിയാർ ആ കൊച്ചിൻ്റെ കൊലക്കേസിനെ പറ്റി, അല്ലെങ്കിൽ ആ കൊച്ചിനെ എങ്ങനെ കൊന്നു എന്ന് വരെ വിശദമായി എല്ലാ ന്യൂസിലും വന്നിട്ടും ആ ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പോഴും എന്തുകൊണ്ട് അതിലെ നടക്കുന്നു? അതാണ് ചോദ്യം. എന്തുകൊണ്ട് നടക്കുന്നു? ലജ്ജിക്കുക കേരളമേ എന്ന് ഇടുന്ന, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നു കഴിയുമ്പം ലജ്ജിക്കുക കേരളമേ എന്ന് ക്യാപ്ഷൻ ഇടുന്ന ആൾക്കാരെവിടെ? ഇത് കൊട്ടിഘോഷിക്കുന്ന 24 hours കൊട്ടിഘോഷിക്കുന്ന ന്യൂസ് ചാനൽ എവിടെ? ആശുപത്രിയിൽ പീഡിപ്പിച്ചാണ് മരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അതിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിൽ കൊണ്ട് അടക്കുന്നിടം വരെ ഓരോ ന്യൂസ് ചാനലുകളും കുത്തി ചൊഴിഞ്ഞെടുക്കുന്ന ആ വികാരം പിന്നീട് കാണുന്നില്ല. എന്തുകൊണ്ട്? ലജ്ജിച്ച് താക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.
നീതി നേടിക്കൊടുക്കേണ്ടതും നീതി കിട്ടേണ്ടതും എല്ലാവരുടെയും അവകാശം തന്നെയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ 24 hours പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനലിനെ പുച്ഛത്തോടെയാണ് ജനങ്ങൾ നോക്കുന്നത്, പുച്ഛത്തോടെ. റേറ്റിങ്ങിന് വേണ്ടി മാത്രം എന്തും വിറ്റും പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവിടെ എന്തും എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ റേറ്റിംഗ് തേടി പോകുന്ന ആൾക്കാർ. സത്യസന്ധതയില്ല ഒന്നിനും, റേറ്റിംഗ് മാത്രം മതി. എന്തിനാണ് സത്യസന്ധത ഉള്ളത്? ആ അമ്മമാരുടെ കണ്ണീര്, അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ട ആ അമ്മമാരുടെ കണ്ണീര് പോലും വിൽക്കുന്ന കുറേ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കുറേ ബ്ലോഗർമാർ 5 വർഷം കഴിഞ്ഞാൽ തിരിഞ്ഞു നോട്ടം പോലും ഇല്ല. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ല? കാരണം ഇന്ത്യൻ ഭരണഘടന പോലും സർക്കാർ അപ്പീൽ കൊടുക്കുമെന്ന് കേട്ടു. പക്ഷെ എവിടെ? LDF അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വാളയാർ 2 കുട്ടികളാണ് മരിച്ചത്. ആ അമ്മ അവസാനം വരെ പോരാടുമെന്ന നിലയിൽ തലമുണ്ടനം ചെയ്തു വരെ, റോഡിൽ ഇരുന്ന് തലമുണ്ടനം ചെയ്യുക വരെ ഉണ്ടായി. നമ്മളെല്ലാവരും അറിയുന്നതാണ്. അതെവിടെ? അതിൻ്റെ വാർത്ത എവിടെ? വരുന്ന നേതാക്കന്മാർ അളന്ന് കീശയിൽ നോക്കിക്കഴിയുമ്പോൾ ആ കേസ് മാഞ്ഞു പോവുകയാണ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന. പാവപ്പെട്ടവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നീതി നേടി ചെന്ന് കഴിഞ്ഞാൽ എതിർഭാഗം നിൽക്കുന്നവൻ പണമുള്ളവനാണെങ്കിൽ അവനുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കിയതിന് ശേഷം പാവങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നു കുറ്റങ്ങൾ. അതാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിനും ആരും അങ്ങോട്ട് പോകാത്ത, അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്നത്. സാധാരണക്കാരൻ നീതി കിട്ടും എന്നോർത്താണ് ചെല്ലുന്നത്. എൻ്റെ നാട്ടിൽ പീലുമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ട്. അവിടെ ഒരു കുറേ ലയങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ പാവങ്ങൾ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ലയങ്ങളൊക്കെ മാറുന്നു, പുതിയ ലയങ്ങളാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള മുതലാളിമാർ ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം അവർ നേടിയെടുത്ത, അല്ലെങ്കിൽ അവരുടെ ജന്മാവകാശം കിട്ടി, അല്ലെങ്കിൽ അവർ നേടിയെടുത്ത കുറേ ഭൂമികൾ അത് വെട്ടിപ്പിടിക്കാനും തിരിച്ചു പിടിക്കാനും വേണ്ടി അവിടുത്തെ മുതലാളിമാർ ശ്രമിക്കുന്നുണ്ട്. പാവങ്ങൾ പോകുമ്പോൾ ഹൈക്കോടതി വരെ പോകും. എറണാകുളം കോടതി വരെ പോകാനുള്ളത്, സുപ്രീം കോടതി വരെ പോയി മുതലാളിമാർ ആനുകൂല്യ നിലപാട് മേടിച്ചുകൊണ്ട് വരും. പാവങ്ങൾ അറിയുമോ? ജപ്തി ചെയ്യുന്നവൻ വരെ ആർക്കും ഒന്നും അറിയണ്ട, അവരുടെ വിഷമം എന്നാന്ന് പോലും അറിയണ്ട. ജപ്തി ചെയ്ത് കഴിയുമ്പോൾ ബൂട്ട് തല്ലി പൊളിക്കാനും, അല്ലെങ്കിൽ അവർ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാനും എല്ലാ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. എല്ലാ ചുറ്റുപാടുമുള്ള ജനങ്ങളെ പറ്റി അറിയണം. നേതാക്കന്മാർ ഓരോ വോട്ടിന് വേണ്ടിയും വീടിൻ്റെ വാതുക്കൽ കയറി ചെല്ലുന്ന നേതാക്കന്മാർക്ക് അറിയാം എത്ര വീടുണ്ട്, വീടില്ലാത്ത എത്ര പാവങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് ഓരോ നേതാക്കന്മാർക്കും അറിയാം. കാരണം നേതാക്കന്മാർ വോട്ട് ചോദിച്ച് മാത്രമാണ് വീടുകളിൽ കയറി ചെല്ലുന്നത്. ഇപ്പോൾ ഭരിക്കുന്ന UDFൻ്റെ എല്ലാ നേതാക്കന്മാർക്കും അവരുടെ ഡിസ്ട്രിക്റ്റിൽ, അല്ല അവരുടെ ജില്ലയിൽ എത്ര പാവങ്ങളുണ്ട് എന്ന് കൃത്യമായ ലിസ്റ്റുണ്ട്. പാവങ്ങളുടെ കണ്ണീര് വിറ്റുപോലും വോട്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സത്യം പറഞ്ഞ നേതാക്കന്മാർ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്നേരം വെള്ളം കൊണ്ട് കൊടുത്ത് അനുശോചനം അറിയിക്കാൻ അവിടെ പോയി നിൽക്കും, കറുത്ത ബാഡ്യം കെട്ടി. എന്നാൽ മരണം തടയാൻ നോക്കാൻ ഒരു നേതാവിനും പറ്റുകയില്ല. ഇലക്ഷൻ ആയി കഴിയുമ്പോൾ ഓരോ വോട്ടും ചോദിച്ച് വീട്ടിൽ എനിക്ക് ചെയ്യണേ ചിരിച്ചൊരു പാസ്സാക്കി വരും. ആ ചിരിയല്ലാതെ പിന്നെ 5 വർഷത്തിന് ആ മണ്ഡലത്തിൽ ഇല്ല ആൾ. എവിടെയാണുള്ളത്? പിന്നെ 5 വർഷത്തിന് ആരെയും കാണത്തില്ല. പിന്നെ എന്തെങ്കിലും വലിയ അപകടം നടന്നാൽ സാന്ത്വനിപ്പിക്കാൻ ഓടിയെത്തും, അല്ലെങ്കിൽ പീഡനം നടന്നാൽ ഓടിയെത്തും. നേതാക്കന്മാർ വെള്ളം കൊടുത്ത് വന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി എല്ലാം ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ആന കൂട്ടിക്കൊന്നാൽ 10 ലക്ഷം രൂപ തരാൻ അവിടെ ഉണ്ടാവും നേതാവ്. അതാണ് നേതാവ്. എന്നാൽ അതാവരുത് നേതാവ്. ഓരോ സാധാരണക്കാരനും അവനെ ആരൊക്കെ പാവപ്പെട്ടവങ്ങൾ എന്ന് കൃത്യമായ രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ് നേതാക്കന്മാർ. കാരണം എല്ലാവരും വോട്ട് ചോദിച്ച് ചെല്ലുന്നവരാ. അവരുടെ പഞ്ചായത്ത് അടിസ്ഥാനം തൊട്ട് അങ്ങ് ഡിസ്ട്രിക്ട് ജില്ല വരെ ഉള്ളവർക്ക് ആർക്കൊക്കെ പാവങ്ങൾക്കുണ്ട് തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ LDF സർക്കാർ കട്ടുമുടിച്ചതിന് ശേഷം വഴിയിൽ മുടക്കി വെച്ച പല പദ്ധതികളുമുണ്ട്. അതെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സ് കാണിക്കുക ഈ സർക്കാർ. കാരണം നിങ്ങളെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ആരെയും ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒരാളെയും ആരെങ്കിലും കുറ്റപ്പെടുത്തി തോന്നിയെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം മാത്രം തോന്നുന്നതാണ്. അങ്ങനെ കരുതിയാൽ മതി. കാരണം ഞാൻ പറഞ്ഞതിനെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ശരിയല്ല എങ്കിൽ പാർട്ടി ബേസിൽ ആരും വന്ന് കമൻ്റ് ഇടാതെ നിങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ട്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ട് നിങ്ങൾക്ക് ഓരോ അഭിപ്രായം ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായത്തിന് അതാത് വില ഞാൻ കൽപ്പിക്കുകയും ചെയ്യും.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാത്ത, നിങ്ങൾ പറയാത്ത കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയണമെന്ന് ഓർത്ത കാര്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടാം. ഞാനത് കൃത്യമായി ലൈവിൽ ഇട്ട് തന്നെ വായിച്ച് നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്. കാരണം ഈ ന്യൂസുകളെല്ലാം കണ്ട് വെറും പേപ്പർ താളിൽ ഒതുങ്ങിയ ന്യൂസുകളായി മാറുമ്പോൾ സങ്കടമാണുള്ളത്. എന്ത് വിശ്വസിച്ചാണ് ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്, അല്ലെങ്കിൽ നീതി തേടി ചെല്ലുന്നത്? അവസാന നിമിഷം അവരുടെ ഉള്ള കിടപ്പാടം വരെ വിറ്റ് ഈ നീതി കിട്ടൂലോ എന്നോർത്ത് ഓടുകയാണ് ആൾക്കാർ. തെറ്റ് ചെയ്തവന് ആദ്യം കൊടുക്കുന്ന, തെറ്റുകാരനാണെന്ന് ശിക്ഷിച്ചാൽ, നിയമം അനുഷ്ഠിച്ചാൽ അന്നേരം കൊടുക്കേണ്ട ശിക്ഷ എന്ന് വെച്ചാൽ ഒരാളെയെങ്കിലും തൂക്കിക്കൊല്ലാനുള്ള ചങ്കൂറ്റം കാണിക്കണം കേരള സർക്കാർ. ഒരാളെയെങ്കിലും കോടതിയിൽ കൃത്യമായ എവിഡൻസും തെളിവോടെ ആ നിയമത്തിൻ്റെ സത്യസന്ധതയോടെ പോയിട്ട് ഒരാളെയെങ്കിലും പീഡനം നടത്തുന്ന, കുഞ്ഞു പിള്ളേരെ പോലും മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരാളെയെങ്കിലും ചരിത്രത്തിൻ്റെ ഒരു താളിലേക്ക് ഉൾപ്പെടുത്താൻ കേരളത്തിലെ ഒരാളെയെങ്കിലും മരണം വരെ തൂക്കിക്കൊല്ലാൻ ചങ്കൂറ്റം കാണിക്കണം. ഇവിടെ സംഭവിക്കുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. കാരണം ആരാൻ്റെയോ അമ്മയ്ക്കല്ലേ പ്രസവ വേദന. ഇവിടെ കേരള സർക്കാർ എല്ലാ പിന്തുണയും കൊടുത്ത് പീഡനം നടക്കുന്ന കുട്ടിയുടെ വീട്ടിൽ ചെന്ന്, അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് എല്ലാ പിന്തുണയും കൊടുക്കും. ആദ്യം കേസൊക്കെ നല്ല രീതിയിൽ അങ്ങ് പോകും. നമ്മുടെ കേരള പോലീസ് നല്ല ഫ്രീഡമായിട്ട് വിട്ടാൽ നല്ല ഒന്നാന്തരമായിട്ട് ഉറപ്പോടെ അന്വേഷിച്ച് മുന്നോട്ട് തെളിവും കൊണ്ടുവരും. പിന്നെ കോടതി വന്നു കഴിയുമ്പം പ്രതി പൊട്ടനായിരുന്നു, പ്രതി വട്ടനായിരുന്നു, പ്രതിക്ക് മാനസിക നില തെറ്റിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കേസ് ഇല്ലായ്മ ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കേസുകളിലും കാണുന്നൊരു കാഴ്ചയാണ്. ഒരാളെ പോലും ശിക്ഷിക്കാൻ പറ്റാത്ത, ഉദാഹരണം ഗോവിന്ദചാമിയെ പോലും ഇപ്പോഴും സെൻട്രൽ ജയിലിൽ മിഷ്ടാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഒന്നും ചെയ്യാൻ ഒരു വിരൽത്തുമ്പ് പോലും അനക്കാൻ പറ്റാത്ത, എന്നിട്ട് ഞാൻ ഏതാണ്ട് വലിയ ആന കുതിര ചെയ്തു എന്നും പറഞ്ഞ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പ്രിയദർശിനി എന്ന് പറഞ്ഞ സൗജന്യ യാത്ര കൊടുക്കുകയല്ല സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. സ്ത്രീകൾക്കുള്ള സുരക്ഷ അത് കൊടുക്കാൻ സാധിക്കണം. കുറേ പ്രിയദർശിനി കുറേ യാത്ര ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ സൗജന്യ യാത്ര കൊടുത്തു എന്നല്ല, ഈ സൗജന്യ യാത്ര കൊടുക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് സ്ത്രീകളുടെ സുരക്ഷയും. ആ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസുകാർക്ക് സത്യം പറഞ്ഞ തോൽവിയാണ്. അതിനുവേണ്ടി ഒരു പദ്ധതിയില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരെണ്ണം ഒരു പീഡനം നടന്നാൽ പോലും അതിന് എടുത്തൊന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അവിടെ വന്ന് ചിരിച്ചിരിക്കാൻ എല്ലാവർക്കും പറ്റും. അതിനെപ്പറ്റി ഒന്ന് പറയാൻ, അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കണമെന്ന് പറയാൻ 10 ജനങ്ങൾക്ക് അധ്വാനിച്ച് കൂടി നിൽക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടും, കണ്ണീർ പ്രിയ പുരുന്നേ നിന്നെ മറക്കില്ല, പ്രിയ പുരുന്നേ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇതുകൊണ്ട് തീർന്നു. അവസാനം ആ മണ്ണിലേക്ക് പോകുമ്പോൾ തീർന്നു. അവിടെ തീരുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. പിന്നെ അവനവൻ്റെ പാട്. നമ്മുടെ വീട്ടിലല്ലല്ലോ, നമ്മുടെ ആരുമല്ലല്ലോ, നമുക്കൊരു ആദരാഞ്ജലി കിട്ടാൻ മതിയല്ലോ. പ്രതികരിക്കാൻ ആർക്കും ഇല്ല. കാരണം എന്താ വെച്ചാൽ പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ളവർ മുന്നോട്ട് വരുമ്പോൾ അവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിയമം ഉണരണം. കാരണം ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് വിശ്വാസത്തോടെ ഓടി വരുന്ന നിയമത്തിൻ്റെ വാതിൽ ഒരിക്കലും കൊട്ടി അടയ്ക്കരുത്. അവർക്ക് പൈസ ഇല്ലായിരിക്കാം, പക്ഷെ അവർക്ക് ഒരു ശരിയുണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്. അതാണ് നീതി ദേവതയെ തേടി വരുന്നത്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറഞ്ഞ് പഠിച്ച മണ്ണിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി, ഈ ഗോഡ്സ് ഓൺ കൺട്രിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ ഇവിടെ മുഖ്യമന്ത്രി അടക്കം ഇവിടെ ഭരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, മരിച്ചു പോയവർക്ക് നീതി അതില്ല, അല്ലെങ്കിൽ ആ അമ്മമാരുടെ കരച്ചിലിന് നീതിയില്ല. അതിനുദാഹരണം നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. ഇതിനി ആവർത്തിക്കാതിരിക്കുവാൻ ചെയ്യേണ്ടത് നിയമം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിനുള്ള നൂതന വഴികൾ എന്ന് പറഞ്ഞാൽ ഒരാളെയെങ്കിലും ശിക്ഷിക്കാനുള്ള ഉറപ്പ്, അല്ലെങ്കിൽ നീതിന്യായ കോടതിയിൽ കൃത്യമായ തെളിവുകൾ കൊണ്ട് ഹാജരാക്കാനുള്ള ചങ്കൂറ്റം. നമ്മുടെ കേരള പോലീസ് പുലികളാണ് എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ അന്വേഷണം കൊണ്ടുവരും, ഉറപ്പാണ്. പക്ഷേ ഈ മുകളിലുള്ള മന്ത്രിമാരുടെ പ്രഷർ താങ്ങുമ്പോൾ അവർ തന്നെ അത് കേസ് വേണ്ട എന്ന് വെക്കും, അല്ലെങ്കിൽ അവർ തന്നെ CBIക്കും ക്രൈംബ്രാഞ്ചിനും ഒക്കെ വിടും. അങ്ങനെയാണ് പിന്നെ കേസ് അലമ്പിപ്പോവാണ്. പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ കേസ് ക്ലോസ് ചെയ്യുകയാണ്. അതേസമയം ഒരു പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ ഗതികെട്ടിട്ട് ഒരു പിടിച്ചുപറിക്കാരൻ, അവനെയൊക്കെ വലിയ വലിയ കേസുകൾ കെട്ടിവെച്ച് അതിൻ്റെ അകത്ത് ഇടാനായിട്ട് നമ്മുടെ കേരള പോലീസിന് പറ്റും. ഉള്ള കേസുകൾ മൊത്തം കെട്ടി വെക്കും. അങ്ങനെ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഞാനിവിടെ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ഇതിനു മുകളിൽ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മരവിക്കുകയാണ്, മനസ്സുകൾ മരവിക്കുന്നു. കാരണം ഈ കൊച്ചു കേരളത്തിൽ നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ നമുക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു എന്നറിയുന്നത്. ഒരുപാട് പേര് വിദേശങ്ങളിലേക്ക് പോയി ചേക്കേറുന്നു. പട്ടിണി പാവങ്ങളും കൃഷിപ്പണിക്കാരും എന്ത് ചെയ്യും മുന്നോട്ട് എന്ന ജീവിത ചോദ്യം, അല്ലെങ്കിൽ അവർക്ക് നിയമ സാധ്യതയിൽ ഒരു വില നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ആവർത്തിക്കാതിരിക്കണം.
സ്വന്തം നേതാക്കളുടെ കീശ വീർക്കാൻ വേണ്ടി മാത്രം ഭരിക്കരുത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഭരിക്കണം. പ്രിയദർശിനി വെറും ഒരു സത്യം പറഞ്ഞ ഒരു കോമഡിയാണ്. കാരണം പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാർക്കിട്ട് പോലും അടി കൊടുക്കാൻ. പക്ഷേ സ്ത്രീ സുരക്ഷ എന്നത് അത് ചോദ്യചിഹ്നമല്ല, അത് വേണ്ട കാര്യം തന്നെയാണ്. നാളെ നമ്മുടെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഇറങ്ങി നടക്കേണ്ടതാണ് പൊതുവേദികളിൽ, പൊതു സമൂഹത്തിൽ. ഇരയുടെ അമ്മ എന്ന് കേൾക്കാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. കാരണം എൻ്റെ മോൾ ഇരയല്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇരയല്ല, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ ഇരയല്ല എന്ന് പറയുന്നതിലാണ് അർത്ഥം. നിങ്ങൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രതിയെ താലപ്പൊലി ഏന്തി 100 പോലീസുകാരുടെ മുന്നിൽ മുഖം കാണിച്ചു പോകുന്നുണ്ടെങ്കിൽ ഓരോ ഇരകൾക്കും അവരുടെ അവകാശമുണ്ട്. അവരുടെ മുഖം കാണിക്കാനും അവർക്ക് മാന്യമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുമുള്ള അവകാശമുള്ള നാടാണ് ഈ കൊച്ചു കേരളം. അതുകൊണ്ട് പ്രതികളുടെ മുഖമാണ് ആദ്യം അടയ്ക്കേണ്ടത്. കൊണ്ടുവരുന്ന പ്രതികളുടെ കർണം അടച്ച് പൊട്ടിച്ചിട്ട് ആ മുഖമാണ് ആദ്യം അടയ്ക്കേണ്ടത്. ആ മുഖം മറച്ച് കൊണ്ടുപോകണം. അതിന് തയ്യാറാവണം. അതിന് വേണ്ടത് യഥാർത്ഥമായ അന്വേഷണം. കേരള പോലീസ് അന്വേഷിച്ച് വരുമ്പം അങ്ങ് മുകളിലിരിക്കുന്ന ആൾക്കാരെ ഇത് ചേരില്ല, ഇങ്ങനല്ല, വേറെ എഴുതി ചേർക്കണമെന്ന് പറയാതെ അതുപടി തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക. ഇനിയും ആവർത്തിക്കരുത് വാളയാറും പെരിയാറും. ഇനിയും ആവർത്തിക്കരുത് ഒരുപാട് അമ്മമാരുടെ കണ്ണീരും കരച്ചിലും. ആവർത്തിക്കാതിരിക്കാൻ ഒരു പ്രചോദനമാകട്ടെ എൻ്റെ ഈ വീഡിയോ എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അതെന്നോട് ചോദിക്കാവുന്നതാണ്. ലൈവിൽ ഇരുന്ന് തന്നെ ഞാൻ അതിന് മറുപടി, എനിക്കറിയാവുന്ന മറുപടി ഞാൻ പറയുന്നതാണ്. ആരെയെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വ്യക്തിപരമായ ജീവിതമായിട്ട് സാമ്യം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. പറയാനുള്ളത് പറഞ്ഞു. സത്യത്തിൻ്റെ നേരെ എൻ്റെ ശരി. സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക, കൂടെ കൂടുക.